അരുട്ടു എന്നുള്ളതാണ്. അവിടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ജനം കാണുന്നുണ്ട്. അപ്പോൾ BJP-യുടെ ഇപ്പോൾ ഇതെല്ലാം എന്താണ് വികസന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ചർച്ചയാവുകയാണ്. BJP-യുടെ പ്രതീക്ഷ, ആക്ച്വൽ പ്രതീക്ഷ എന്താണ് കാസർഗോഡ്? നമ്മൾ 2014 തെരഞ്ഞെടുപ്പിന് സമയത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന എന്നറിഞ്ഞപ്പോൾ സമയത്ത് തന്നെ രണ്ട് മുന്നണികളും പറഞ്ഞൊരു വാക്യമാണ്, ഇനി ഒരിക്കലും നരേന്ദ്രമോദിയോ BJP-യോ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 282 സീറ്റുകളും 2000 തെരഞ്ഞെടുപ്പിൽ അതിന് കൂട്ടി 303 സീറ്റുകളുമായി ഈ ഇന്ത്യയുടെ 140 കോടി ജനങ്ങളെ നിയന്ത്രിക്കാനും നയിക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരു ഭരണാധിപനാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ 15-ാം വർഷത്തിൽ ഇനി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അബ്കി ബാർ 400 പാർ 400 സീറ്റ് ചരിത്രത്തിൽ ആദ്യമായി. ഹാഷ്മി, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. 1984 ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഒരു മിനിറ്റ് ഹാഷ്മി, ഒരു മിനിറ്റ്. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജീവ് ഗാന്ധിക്ക് കിട്ടിയത് 403 സീറ്റുകളാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന അഭിപ്രായ സർവേകളിൽ എല്ലാ സർവേകളും പറയുന്നു BJP-ക്ക് 411 സീറ്റുകൾ കിട്ടും. ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഭരണകൂടത്തിനും കിട്ടാത്ത സീറ്റുകളുമായി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ചെങ്കോട്ടയിൽ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ നേതാക്കളെ പിടിച്ചകത്തിരുന്നു പറയുന്നു. ഇവിടെ കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിക്കുന്നു പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ എന്തിനാണ് ജയിലിലായത്? അഷ്മിക്ക് അറിയുള്ളൂ. അഷ്മി ലീഡിംഗ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. താങ്കൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവുമല്ലോ അരവിന്ദ് കെജ്രിവാളിനെ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടതെന്ന്. അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ലല്ലോ, തെലങ്കാനയിലെ കവിതയും കൂടി അല്ല അത് പിടിച്ചിടുന്നത് പോട്ടെ, ഇട്ടവരുടെ കഥ നമുക്ക് പറയാം. അരവിന്ദ് കെജ്രിവാളിനെ എന്തിനാണ് ജയിലിലിട്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. അത് 1-2 കോടികളുടെ കള്ളപ്പണവും അല്ലെങ്കിൽ മദ്യനയവും മാത്രമല്ല, അതിന്റെ പിറകിൽ ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള നിങ്ങളിപ്പോ നേരത്തെ കാണും എന്തുകൊണ്ടാണ് സമരം എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് വോട്ടാക്കി മാറ്റാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക്? രവീശ് ചന്ദ്ര കുണ്ടാർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിന്ന സ്ഥലമാണ്, അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ CPM-ന്റെ പാർട്ടിയുടെ സംസ്ഥാന LDF കൺവീനർ EP ജയരാജനാണ് പറഞ്ഞത്. കേരളത്തിലെ BJP-യുടെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് അവർ സ്ഥാനാർത്ഥികൾ. കേപ്പബിൾ ഏബിൾ ആയിട്ടുള്ള നേതാക്കന്മാരാണ് അവർ സ്ഥാനാർത്ഥികൾ. സ്മൃതി ഇറാനിയും നിർമ്മല സീതാരാമനും അടക്കമുള്ള BJP-യുടെ മന്ത്രിസഭയിലെ കേമന്മാരുടെ അടുക്കൽ ഇരിക്കാൻ മാത്രം കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണ് ശ്രീമതി ML അശ്വിനി എന്ന് ഈ പറയുന്ന ആൾക്കൂട്ടത്തെ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം എത്രയോ വർഷങ്ങളായി അവരുടെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ.